സംബഡി ഷുഡ് റേസ് എ വോയിസ്, റൈറ്റ്? എല്ലാവർക്കും ധൈര്യം ഉണ്ടാവും ഇല്ല. അവർ പ്രോബ്ലം. അപ്പൊ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ഈസി. ഹായ് എവരിവൺ, നമ്മുടെ സർക്കാരിനോട് ഒരു കാര്യം പറയുകയാണ്. ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം ഇല്ലാതാക്കിയാൽ ദൈവം മിണ്ടാണ്ട് ഇരിക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? അത് മുമ്പാണ്. നിലവിലെ കാലാവസ്ഥയിൽ അതായത് ആരെങ്കിലും തെറ്റ് ചെയ്താൽ ഇപ്പം തന്നെ ദൈവം ശിക്ഷിക്കുന്നുണ്ട്. സ്വപ്ന സുരേഷ് രംഗത്താണ്. രാഹുൽ മാങ്കൂളത്തിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് നമുക്ക് പറയാം. അതായത് സ്വപ്ന സുരേഷ് പറയുന്ന കുറേ വീഡിയോ ക്ലിപ്പുണ്ട്, എല്ലാം ഞാൻ പ്ലേ ചെയ്തുതരാം. പ്രധാനമായും അവർ പറയുന്നത്, ഞാൻ ഇനി യുദ്ധത്തിന് തന്നെ ഇറങ്ങുന്നു, പിണറായി വിജയനെതിരെയും ജയശങ്കറിനെതിരെയും ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചു എന്നാണ് ഇവിടെ സ്വപ്ന സുരേഷ് പറഞ്ഞത്. ആരാണ് സ്വപ്ന സുരേഷ്? പിണറായി വിജയനും ജയശങ്കറും കൂടി ചതിച്ച സ്വർണം കടത്ത് കേസിൽ പിണറായി വിജയനും ജയശങ്കറും സ്വപ്ന സുരേഷിന് സ്വർണം കൊടുക്കുകയും അതിനുശേഷം അത് പിടികൂടുമ്പോൾ ഞങ്ങളല്ല, സ്വപ്ന ഒറ്റക്കാണ് ഇത്തരത്തിലുള്ള കുറ്റം ചെയ്തത് എന്ന് പിണറായി വിജയനും ജയശങ്കറും പച്ചക്കളവ് പറഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. ഓക്കെ, അതിനെ തുടർന്ന് ഈ പറയുന്ന സ്വപ്ന സുരേഷ് വീണ്ടും കേസിന് പോവുകയാണ്. നിങ്ങളെല്ലാവരും എന്നെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടാണ് സ്വപ്ന സുരേഷ് വലിയൊരു വീഡിയോയുമായി വന്നത്. ആ വീഡിയോ ക്ലിപ്പ് ഞാനിപ്പോൾ സൈഡിൽ വെച്ച് തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. ഡോക്ടർ അരുൺകുമാർ, ഇപ്പോൾ അതായത് റിപ്പോർട്ടറിന്റെ അരുൺകുമാറിന് വലിയൊരു കേസാവാൻ പോവുകയാണ്. കോൺഗ്രസ് ആണ് കേസ് കൊടുക്കുന്നത്. എന്താണ് സംഭവം അല്ലേ? ഇന്നലെ രാത്രി അരുൺകുമാർ വലിയൊരു കള്ള വാർത്ത കൊടുത്തു. ശബരിമലയിൽ സ്വർണം കട്ടതിനെ തുടർന്നാണ് ഈ പറയുന്ന അരുൺകുമാർ വലിയ കള്ള വാർത്ത കൊടുത്തത്. എന്താണ് അരുൺകുമാർ പറഞ്ഞത്? അത് ഞാനിപ്പോൾ സൈഡിൽ വെച്ചു തരാം. അതിനു മുമ്പ് പിന്നെയും ഒരു കാര്യം പറയുകയാണ്. നിങ്ങൾ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. കാരണം ഈ പറയുന്ന പിണറായി വിജയൻ കാണിക്കുന്ന നെറികേട് ആരും വിളിച്ച് പറയുന്നില്ല. കഴുത്ത് പോവും, വെട്ടിക്കൊലപ്പെടുത്തുമെന്ന് പേടിച്ചിട്ട്. ഞാൻ അങ്ങനെ ഒന്നും പേടിക്കുന്ന കൂട്ടത്തിലല്ല. എപ്പോഴെങ്കിലും ഒരു ദിവസം നമുക്ക് മരിക്കാനുണ്ട്. അപ്പോൾ പിണറായി വിജയൻ നടത്തുന്ന വൃത്തികേടും BJP നടത്തുന്ന വൃത്തികേടും ഞാൻ വിളിച്ച് പറയും. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് അരുൺകുമാർ പറഞ്ഞ, അതായത് അരുൺകുമാർ കൊടുത്ത ഫേക്ക് ന്യൂസ്, അതിനുശേഷം സ്വപ്ന സുരേഷ് പറഞ്ഞ കാര്യം ഞാൻ സൈഡിൽ വെച്ച് തരാം. ഓക്കെ, സ്വർണം കട്ടതാരപ്പ എന്ന് ചോദിച്ചാൽ സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്നത് എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ്? എടാ അരുൺകുമാർ, നിനക്ക് ബോധമായില്ലേ? അരുൺകുമാർ പറയുന്നത് നിങ്ങൾ കേട്ടോ? അതായത് സ്വർണം കട്ടത് LDF അല്ല, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് LDFകാർ സ്വർണം കട്ടത് എന്നാണ് ഇവിടെ അരുൺകുമാർ ചോദിക്കുന്നത്. നാണവും മാനവും ഉണ്ടോ? അതായത് അരുൺകുമാറെ പൈസക്ക് വേണ്ടി പണിയെടുത്തോ? ഇല്ലാത്ത വാർത്ത എന്തിനാണ് കൊടുക്കുന്നത്? സ്വർണം കട്ടത് CPM എന്ന് ലോകത്തിനറിയാം. അപ്പൊ അരുൺകുമാർ പറയുകയാണ് അല്ല. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഞാൻ എടുത്ത് നോക്കുകയായിരുന്നു. ഇതിനകത്ത് ഇപ്പോൾ കേസിൽ ജയിലിൽ കിടക്കുന്ന രണ്ടുപേര്, അതിൽ രണ്ടുപേര് CPMന്റെ മുതിർന്ന നേതാക്കളാണ് എന്നത് ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷെ അതോടൊപ്പം ബാക്കി കിടക്കുന്ന രണ്ടുപേര് കോൺഗ്രസ് സംഘടനയുമായി ബന്ധമുള്ളവരും, അഥവാ ഫെഡറേഷൻ എന്ന് പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എംപ്ലോയീസ് ഫെഡറേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന രണ്ടുപേരുണ്ട്. അരുൺകുമാറിന്റെ വലിയൊരു കണ്ടുപിടുത്തം. അതായത് കോൺഗ്രസ്സുകാരാണ് സ്വർണം കട്ടതൊക്കെ. നാണമുണ്ടോ അരുൺകുമാർ ഇങ്ങനെ ഇല്ലാത്ത വാർത്ത കൊടുക്കാൻ വേണ്ടിയിട്ട്? എന്ത് പച്ചക്കളവാണ് അരുൺകുമാർ വിളമ്പുന്നത്? എന്താ അല്ലേ? അതായത് കേരളം മൊത്തത്തിൽ ചർച്ച ചെയ്യുന്നു. ഈ പറഞ്ഞ LDF സ്വർണം കട്ടത് തെളിവ് സഹിതം UDF കൊണ്ടുവരുമ്പോൾ ഇവിടെ അരുൺകുമാർ പറയുകയാണ് LDF അല്ല UDF കട്ടത് എന്ന്. നാണവും മാനവും ഇവന്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഞാൻ ആ സംഘടനയുടെ പേര് പറയാം. അതിലൊന്ന് ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ട് എന്ന സംഘടന, അത് കോൺഗ്രസ് അനുകൂല സംഘടനയാണ്. ഇപ്പോൾ ജയശ്രീ എന്ന് പറയുന്നത്, ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ തിരുവാഭരണം ഈ ദ്വാരപാലക ശില്പപാളി കൊടുത്തുവിടാമെന്ന് മിനിറ്റ്സ് എഴുതിയ സെക്രട്ടറി, ആ സെക്രട്ടറിയാണ് ജയശ്രീ. ആ ജയശ്രീ കോൺഗ്രസ് അനുകൂല ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ടിന്റെ ജീവനക്കാരിയാണ്. ജീവനക്കാരിയാണോ? അത് UDFകാരനാണെന്നാണ് അരുൺകുമാറിന്റെ പുതിയ കണ്ടുപിടുത്തം. എടാ അരുൺകുമാർ, ഒരു കാര്യം പറയുകയാണ്. UDFന് ഇതിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെങ്കിൽ CPM മിണ്ടാതിരിക്കോ? മുഖ്യമന്ത്രി മിണ്ടാതിരിക്കോ? പൊക്കി കൊണ്ടുവരില്ലേ? അതായത് കേരളത്തിൽ ഒരൊറ്റ ഒരാളാണ് CPMനെ ന്യായീകരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ, അതായത് ഈ സ്വർണം കട്ടതിന്റെ പിന്നിൽ UDF ഉണ്ട് എന്ന് കേരളത്തിൽ ഒരൊറ്റ ഒരാൾ പറയുന്നു, അത് അരുൺകുമാറാണ്. നാണമുണ്ടോ? അതായത് പൈസ മേടിക്കുന്ന പൈസക്ക് അന്തസ്സായി പണിയെടുക്കുന്നു എന്ന് നമുക്ക് പറയാം. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. നേതാവ് കൂടിയാണ്. അപ്പോ സഖാക്കളാണോ അയ്യപ്പ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സഖാവാണോ ഈ ജയശ്രീ? അത് വസ്തുതാപരമായി ശരിയല്ലല്ലോ. രണ്ടാമത്തെ നിഷേധിച്ചിട്ട് കാര്യമില്ല. ദേവസ്വം ഫ്രണ്ട് എന്ന് പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ തിരിച്ച് നിഷേധിക്കാം. സഖാക്കളും കോൺഗ്രസും ഉണ്ടല്ലോ. അപ്പൊ അവിടെയാണ് ഒരു കാര്യം പറയുകയാണ്. കോൺഗ്രസിന് ഇതിൽ ചെറിയൊരു പങ്കുണ്ടെങ്കിൽ CPM മിണ്ടാണ്ടിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അരുൺകുമാർ എന്ത് വൃത്തികെട്ട വാർത്തയാണ് അരുൺകുമാർ കൊടുക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ഷാഫി പറമ്പിൽ പ്രതികരിക്കുന്നുണ്ട്. ഇപ്പോൾ വന്ന വാർത്തയാണ്. ഷാഫി പറമ്പിൽ നല്ലോണം കൊടുക്കുന്നുണ്ട്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് പ്ലേ ചെയ്ത് തരാം. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. അവര് പാടുമ്പോ
അത് തിരിച്ചു വരുമ്പോൾ അങ്ങനെ വരുമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് രാഷ്ട്രീയ യോജിപ്പാണ്. വസ്തുതാപരമായി നമ്മൾ അങ്ങനെയല്ലേ ഖണ്ഡിക്കേണ്ടത്. ഇത് സഖാക്കൾ മാത്രമല്ല, അതിനകത്ത് ജയശ്രീം ഉൾപ്പെട്ടിട്ടുണ്ട്, അതിനകത്ത് KS ബൈജു, ദേവസ്വം എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് ബി ബൈജുവിന്റെ കാര്യമല്ല ഞാൻ പറയാൻ വരുന്നത്. എന്തൊരു വെളുപ്പിക്കലല്ലേ അരുൺകുമാറെ, മരിച്ചു പോകാനുണ്ട്. ആ സത്യം നീ ഒന്ന് മനസ്സിലാക്കണം. കളിക്കുന്നത് ദൈവത്തോടാണ്, അയ്യപ്പനോടാണ് നിങ്ങളൊക്കെ കളിക്കുന്നത്. എന്താ അല്ലേ കട്ടിട്ടില്ല എന്ന് പറയുന്നതിന് ശേഷം പറയുന്നത് ഞങ്ങളെല്ലാം കോൺഗ്രസ്സുകാരാണ് കട്ടത് എന്ന്. നാണമുണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ ഷോക്കാണ് ഈ ഒറ്റകൾ. ഓക്കെ, എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. KS ബൈജു എന്ന് പറയുന്നത് ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ടിന്റെ ഒരു സഹപ്രവർത്തകനാണ്, അല്ലാത്ത നേതാവല്ല. അതാണ് കോൺഗ്രസുകാർ പറയുന്നത്. തിരിച്ചു പറയുന്നത് അയാൾ സംസ്ഥാന നേതാവാണെന്ന്. ആ സംസ്ഥാന നേതാവല്ല, പകരം ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ടിൽ ഒരു ജീവനക്കാരനാണ് അദ്ദേഹം. അതിന്റെ സഹയാത്രികനാണ് KS ബൈജു. കാരണം അയാൾ ദേവസ്വം എംപ്ലോയീസ് ഫെഡറേഷന്റെ അംഗമല്ല. ഞാനിത് വസ്തുതാപരമായിട്ടാണ് പറയുന്നത്. ഞാനിത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഫെഡറേഷന്റെ ഭാഗത്ത് നിന്ന് കോട്ട് ചെയ്യുകയാണ്. അയാൾ എംപ്ലോയീസ് ഫ്രണ്ടിന്റെ ആളാണ്, പക്ഷെ നേതാവാണ് എന്ന് എനിക്കറിയില്ല. ഇത് നല്ലൊരു ഉപകാരമാണ്. അതായത് അരുൺകുമാർ ഇങ്ങനെ കള്ള വാർത്ത കൊടുക്കുന്നത് നമുക്കൊരു ഉപകാരമാണ്. ഇവന്റെ പണി തീർക്കും, അത് ഉറപ്പാണ്. അതായത് കോൺഗ്രസ് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നു ഈ കാര്യത്തെക്കുറിച്ച്. അരുൺകുമാറിന് കേസ് കൊടുക്കാൻ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നു എന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇത്തിരിയെങ്കിലും സത്യസന്ധമായി വാർത്ത കൊടുക്കണ്ടേ? മേടിക്കുന്നുണ്ട് പൈസ, വേറെ സംഗതിയാണ്. പക്ഷേ കുറച്ചെങ്കിലും ഉളുപ്പുണ്ടായിട്ട് വാർത്ത കൊടുക്കണ്ടേ? ആരെങ്കിലും CPM-കാർ ഇത് വിശ്വസിക്കോ? BJP-കാർ ഇത് വിശ്വസിക്കോ? CPM-ലുള്ള എല്ലാ CPM-ന്റെ മെയിൻ നേതാക്കൾക്കും അറിയാം ഇത് ഞങ്ങളാണ് ഈ ഒരു അതായത് അയ്യപ്പൻ്റെ സ്വർണം കെട്ടത് ഞങ്ങളെന്ന് CPM-കാർ സമ്മതിക്കുമ്പോൾ അരുൺകുമാർ ഒറ്റയ്ക്ക് പറയുകയാണ് അല്ല, ഇതെടുത്തത് കോൺഗ്രസ് എന്ന് പറയുകയാണ്. എന്താണല്ലേ? ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. നേതാവ് ബി ബൈജു ആണ് എന്ന് ലിജു പറയുന്നത് ഞാൻ കേട്ടു. അടുത്തത് ശ്രീകുമാർ ദേവസ്വം എംപ്ലോയീസ് ഫെഡറേഷന്റെ ആളാണ്. അത് ഫെഡറേഷൻ എന്ന് പറയുന്നത് CPM-ന്റെ ഭാഗമാണ്. സുധീഷ്, അതായത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ട് ആയിരുന്നു. പിന്നീട് ദേവസ്വം എംപ്ലോയീസ് ഫെഡറേഷൻ ആയി. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. എന്താണല്ലേ ഇത് എന്താണ് അരുൺകുമാർ പറയുന്നത്? അരുൺകുമാറിന് മനസ്സിലാവുന്നില്ല, ഇത് കാണുന്ന നമുക്കും മനസ്സിലാവുന്നില്ല. പക്ഷേ വെളുപ്പിക്കലാണ്. മനസ്സിലായത് ആരെങ്കിലും ഇപ്പോൾ കുറേ പ്രായമായ ആൾക്കാരൊക്കെ അരുൺകുമാറിൻ്റെ വാർത്ത കാണുമ്പോൾ ഉള്ളതാണോ എന്തെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. ഉള്ളതാണോ, കോൺഗ്രസ് ആയിരിക്കും? അങ്ങനെ ഒരു ഡൗട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അരുൺകുമാർ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്ന പക്കാ ഫേക്കായുള്ള വാർത്തയാണ്. എന്താണല്ലേ? ഞാൻ ആകെ ഷോക്കാണ്. എത്ര കോടിയാണ് അരുൺകുമാർ മേടിച്ചതെന്ന് എനിക്ക് അറിയില്ല. നല്ലോണം പൈസ മേടിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇങ്ങനെ വെളുപ്പിക്കില്ല. കാരണം അരുൺകുമാറിൻ്റെ ഫ്യൂച്ചറാണ് ഇല്ലാതാവുന്നത്. അരുൺകുമാറിന് അറിയാം ഇങ്ങനെ ഫേക്ക് വാർത്ത കൊടുത്താൽ ഞങ്ങളെപ്പോലുള്ളവർ എല്ലാവരും വിമർശിക്കും. കുഴപ്പമില്ല, അരുൺകുമാർ വിചാരിക്കുന്നത് കുഴപ്പമില്ല, വിമർശിച്ചാലും കുഴപ്പമില്ല, ഞാനിങ്ങനെ കള്ള വാർത്ത കൊടുക്കും, എൻ്റെ അക്കൗണ്ടിലേക്ക് തുരുതുരാ പൈസ വരുമെന്നാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. അപ്പോൾ ഇതിനുള്ളിൽ കിടക്കുന്നത് ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റി സഖാവാണോ? ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം പോയിട്ട് സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി ഗിഫ്റ്റ് കൊടുക്കുന്നത് ഒരു സഖാവാണോ? അപ്പോൾ ഇതൊക്കെ വസ്തുതാപരമായി നമ്മൾ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യുന്നതിനു പകരം അതിനെ സഖാവ് എന്നെഴുതിയിരിക്കുന്നതിനെ രാഷ്ട്രീയമായി നേരിടുന്നതിനു പകരം അത്യന്തം അപകടകരമായ ഒരു വളഞ്ഞ വഴിയിലൂടെ പോയി നേരിടാൻ പോകുന്നത് വലിയ തിരിച്ചടിയാകും. അത് എന്റെ ഭയം എന്ന് പറയുന്നത് ഇതുണ്ടാക്കാൻ പോകുന്ന ഒരു സാമൂഹികമായ അസ്വസ്ഥതയുണ്ട്. അതിൽ നമ്മളാരും അതിനകത്ത് വീണു പോകരുത് എന്നുള്ളതാണ്. ഇവിടെ അരുൺകുമാർ പറയുന്നത് അതായത് LDF അല്ല സ്വർണം കെട്ടത്, UDF ആണ്. അപ്പോൾ നിങ്ങളാരും അത് വിശ്വസിക്കണ്ട എന്നാണ് ഇവൻ്റെ ഒരു അർത്ഥം. അതായത് ഇവൻ എന്ത് പറയുന്നതെന്ന് അരുൺകുമാറിന് അറിയില്ല, ഇത് കേൾക്കുന്നത് നമുക്കൊന്നും അറിയുന്നില്ല. പക്ഷേ വെളുപ്പിക്കലാണ്, നമുക്കറിയാൻ പറ്റും. എന്താണല്ലേ അരുൺകുമാറിൻ്റെ അരുൺകുമാർ കല്യാണം കഴിച്ച ആളെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. എങ്ങനെ സഹിക്കുന്നതായിരിക്കും? സ്വന്തം വീട്ടിലേക്ക് എങ്ങനെയായിരിക്കും പോകുന്നത്? നിരന്തരം കള്ളവാർത്ത കൊടുത്ത് സ്വന്തം വൈഫിൻ്റെ മുഖം എങ്ങനെയായിരിക്കും നോക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജീവിതം ഇല്ലാതാക്കി കള്ളവാർത്ത കൊടുത്തിട്ട്. എന്താണല്ലേ? ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കി ഇതിന് ഷാഫി പറമ്പിൽ മർമ്മത്തിന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ വിമർശിക്കുമ്പോൾ അരുൺകുമാർ പറയുന്ന എല്ലാം വിമർശിക്കണം. അരുൺകുമാർ ഇപ്പോൾ എനിക്കെതിരെ നിയമ നടപടിക്ക് പോയാൽ എൻ്റെ കയ്യിൽ തെളിവ് വേണം. അതുകൊണ്ടാണ് അരുൺകുമാർ പറയുന്ന എല്ലാ ഭാഗവും ഞാൻ ക്ലിപ്പ് വെക്കുന്നത്. ഓക്കെ, ഇല്ലെങ്കിൽ അരുൺകുമാർ പറയും ഞാൻ പറയുന്നത് പകുതി മുക്കിയിട്ടാണ് വെച്ചത് എന്ന്. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ടാക്കാം. പിന്നെ ഇത് പാർലമെന്റിന്റെ പുറത്ത് പാടണമായിരുന്നു എന്നുള്ളതാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു മതത്തിന്റെ പരാമർശവും രാഷ്ട്രീയമായി ഏതെങ്കിലും തരത്തിലുള്ള തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് കോൺഗ്രസും ഉപയോഗിക്കുന്നത് ശരിയല്ല, BJP ഉപയോഗിക്കുന്നത് ശരിയല്ല, CPM ഉപയോഗിക്കുന്നത് ശരിയല്ല. ഓക്കെ ശരിയല്ല. പക്ഷേ അയ്യപ്പൻ്റെ സ്വർണം കക്കുന്നത് ശരിയാണ്. ആ കട്ടതിനെ പ്രതിഷേധിക്കരുത് എന്നാണ് ഇവിടെ അരുൺകുമാർ പറയുന്നത്. അയ്യപ്പൻ്റെ സ്വർണം ഞങ്ങൾക്ക് കക്കാം, പ്രശ്നമില്ല, അതിനെ നിങ്ങൾ പ്രതിഷേധിക്കരുത് എന്നാണ് അരുൺകുമാർ പറയുന്നത്. സത്യം പറഞ്ഞാൽ നാണമുണ്ടോ അരുൺകുമാറെ? ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോ അരുൺകുമാറെ?
കൊടുക്കുന്ന വാർത്തയിൽ ഇത്തിരിയെങ്കിലും സത്യസന്ധത എന്തുകൊണ്ട് അരുൺകുമാറിനെ കൊടുക്കുന്നില്ല? അപ്പോൾ നമുക്ക് ഷാഫി പറമ്പിൽ ഇതിനുള്ള തീപ്പൊരി പ്രസംഗമായി വന്നിട്ടുണ്ട്. ഷാഫി പറമ്പിലെ പ്രസംഗം കേൾക്കാം. അതിനുശേഷം സ്വപ്ന സുരേഷ് എന്താണ് പറഞ്ഞത് അത് മുഴുവനായിട്ട് നമുക്ക് കേൾക്കാം. ഓക്കെ, ഓരോരുത്തരന്മാരെയായി ചോദ്യം ചെയ്തപ്പോൾ അവനല്ല പറയാം ഞാൻ ഒറ്റക്കല്ല എന്നാ പറയുന്നത്. പിന്നെ ആരൊക്കെയാന്ന് വെച്ചാൽ അതിങ്ങനെ വന്ന് മേലേക്ക് വരിക. ഇപ്പം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് വരെ എത്തി. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഒരു സർക്കാർ ഉദ്യോഗമായിട്ട് കാണണ്ട, പഴയ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ ഇപ്പത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, പഴയ ഏരിയ സെക്രട്ടറി, 36ാമത്തെ വയസ്സിൽ MLA, പാർട്ടിയുടെ എല്ലാമായിരുന്ന ഒരാള്. അയാൾ പാർട്ടി തീരുമാനിച്ച് AKC സെന്ററിൽ നിന്ന് കത്ത് കൊടുത്തിട്ട് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയപ്പോ ഈ പാവം ഭക്തൻ വിശ്വാസി ശബരിമല പോവാൻ നോമ്പെടുത്ത് വ്രതമെടുത്ത് 41 ദിവസം കാത്തിരുന്ന് അവിടെ ചെന്ന് മല ചവിട്ടി മേലെ കയറി 18ാം പടി ചവിട്ടി ശ്രീകോവില് തുറക്കുമ്പോ നിറഞ്ഞ കണ്ണുകളും തൊഴുന്ന കൈകളുമായിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പൊന്നയ്യപ്പനെ കാണുന്ന പാവപ്പെട്ട വിശ്വാസിയുടെ വിശ്വാസത്തെയും അവിടുത്തെ നടത്തിപ്പും സംരക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയവൻ ശ്രീകോവില് തുറക്കുമ്പോ അവൻ അയ്യപ്പനെ കാണാൻ പറ്റുന്നില്ല, പൊന്ന് മാത്രം കണ്ടിട്ട് അയ്യപ്പന്റെ പൊന്ന് അടിച്ചു മാറ്റാൻ മടിക്കാത്തവർക്കെതിരെ പ്രതികരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഒരു നല്ല സഖാവ് ആയിരിക്കും. നിങ്ങൾ ഷാഫി പറമ്പിൽ പറഞ്ഞത് ശരിയല്ലേ? ഒരു കാര്യം പറയുകയാണ്, ക്രിസ്ത്യൻ മതത്തിലായാലും മുസ്ലിം മതത്തിലായാലും ഹൈന്ദവ മതത്തിലായാലും എല്ലാ മതവും പറഞ്ഞത് നല്ലത് മാത്രമാണ്. നമ്മളത് 3 മതത്തെ നമ്മൾ കൂട്ടിയിട്ട് ഒരൊറ്റ മതമേ ഉള്ളൂ, മനുഷ്യ മതമാണ്, ഒരൊറ്റ ദൈവമേ ഉള്ളൂ, അത് മനുഷ്യർ കാണുന്ന ദൈവമാണ്. അങ്ങനെ നമ്മൾ പഠിക്കണം. ഇപ്പോൾ ഏതെങ്കിലും ഒരു മതം പറയുന്നുണ്ടോ നിങ്ങൾ തെറ്റ് ചെയ്യണമെന്ന്? ഒരു മതവും പറയുന്നില്ല. ഏതെങ്കിലും ഒരു ദൈവം പറയുന്നുണ്ടോ അന്യമതസ്ഥരെ നിങ്ങൾ കൊല്ലണമെന്ന്? ഒരു മതവും പറയുന്നില്ല. എല്ലാ മതവും സത്യസന്ധമായി മാത്രം പറയുന്നതാണ്. ഇപ്പോൾ രാമായണത്തിലുള്ളത് എന്ത് നല്ല കാര്യമാണ്. നല്ല രീതിയിൽ രാമായണം പഠിച്ച ആരെങ്കിലും ഒരാൾ ഇവിടെ വർഗീയത പറയോ? ഇല്ല. നല്ല രീതിയിൽ ഖുർആൻ പഠിച്ച ആരെങ്കിലും ഒരാൾ ഇവിടെ വർഗീയത പറയോ? ഇല്ല. അപ്പോൾ ക്രിസ്ത്യൻ്റെ ബൈബിളും നല്ല രീതിയിൽ പഠിച്ച വർഗീയത പറയോ? ഇല്ല. നല്ല രീതിയിൽ മതം ഫോളോ ചെയ്യുന്നവരുടെ വായിൽ നിന്ന് ഒരിക്കലും വർഗീയത വീയൂല. വർഗീയതയുടെ വിഷം തുപ്പുന്നത് മതം എന്താണെന്ന് അറിയാത്തവന്മാർ, മതമെന്ന് തലക്ക് പിടിച്ച ആൾക്കാർ മാത്രമാണ്. അപ്പോൾ ഇവിടെ ഷാഫി പറമ്പിൽ പറഞ്ഞത് ശരിയാണ്. അതായത് അയ്യപ്പനെ, അതായത് കുറേ കാലം സ്വപ്നം എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ശബരിമലയിൽ പോകണമെങ്കിൽ അതായത് പൈസ ഒന്നുമില്ലെങ്കിലും ഒരു 3 മാസമോ 4 മാസമോ കുറേ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കും, ഞങ്ങൾക്ക് എന്തായാലും വലിയൊരു ശബരിമലയിൽ പോകണം. അപ്പോൾ പൈസ ഇല്ലെങ്കിലും ആ സമയത്തിനാകുമ്പോൾ എങ്ങനെയെങ്കിലും ദൈവം ഇവരെ ശബരിമലയിലേക്ക് എത്തിക്കുന്നുണ്ട്. പൈസ എവിടുന്നെങ്കിലും അവിടുത്തെ അയ്യപ്പൻ്റെ പവർ കണ്ട് എങ്ങനെയെങ്കിലും കയ്യിൽ പൈസ ആവുന്നുണ്ട്. അങ്ങനെ റിസ്ക് എടുത്തിട്ട് പോകുന്ന സമയത്ത് യുവന്മാർ CPM-കാർ ശബരിമലയിൽ വെച്ച സ്വർണം കക്കുന്നു എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ വിശ്വാസികൾക്ക് എങ്ങനെ താങ്ങും? അതിനെ ചൂണ്ടിക്കാണിക്കുന്ന തെറ്റെന്നാണ് അരുൺകുമാർ പറയുന്നത്. ഓക്കെ, നമുക്കെന്തായാലും സ്വപ്ന സുരേഷ് രണ്ടും കൽപ്പിച്ചിട്ടുണ്ട്. പിണറായി വിജയനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. എന്താണ് സ്വപ്ന സുരേഷ് പറഞ്ഞത്? നമുക്കത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, lot of issues. Somebody should raise a voice, right? എല്ലാവർക്കും ധൈര്യം ഉണ്ടാവും ഇല്ല. അപ്പം I thought I will come up with this new beginning, addressing the issues in Kerala, because Kerala is not somebody's. Kerala നമ്മുടേതാണ്. നമുക്ക് അധികാരമുണ്ട് സംസാരിക്കാൻ. A government is just a servant. They just have to work on behalf of us, because all of us, each one of us cannot become a minister, cannot become a bureaucrat, cannot become anything. But we have the right to question, raise voice. And that's what I'm trying to do. I hope I'll get your support. Without your support, I will not be able to do it alone. Because I'm going to address our problems. അപ്പം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, because it's not going to be easy. And നിങ്ങളുടെ ഒപ്പീനിയൻസ്, നിങ്ങളുടെ ഇഷ്യൂസ്. ഓക്കെ, ഇവിടെ സ്വപ്ന സുരേഷ് പറയുന്നത് രണ്ടും കൽപ്പിച്ച് ഞാൻ യുദ്ധത്തിന് ഇറങ്ങുകയാണ്. ഇവരുടെ ദൈർഘ്യമുള്ള 8 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആണ്. അപ്പം ഞാൻ അതൊന്നും സൈഡിൽ വെച്ചില്ല. അതായത് ഇവർ ആ 8 മിനിറ്റിൽ പറയുന്നത് ഇവർ അനുഭവിച്ച കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം ഇവർ ഏറ്റവും അവസാനമാണ് പറഞ്ഞത് രണ്ടും കൽപ്പിച്ച് ഞാൻ യുദ്ധത്തിന് ഇറങ്ങുന്നു എന്നാണ്. അതായത് നാളുകളിൽ പിണറായി വിജയനെതിരെ ഇഷ്ടംപോലെ വീഡിയോസ് എന്തായാലും സ്വപ്ന സുരേഷ് കൊണ്ടുവരും. അതൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. ഓക്കെ, അതായത് 8ന്റെ പണി കിട്ടാൻ പോകുന്നത് പിണറായി വിജയനാണ്. 2026 എന്തായാലും 100% കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല.
അപ്പോൾ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന ജയശങ്കറാണ് ഇവിടെ സ്വപ്ന സുരേഷിനെ ചതിച്ചത്. പിന്നീട് CPM-ഉം BJP-യും ഒരുമിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ചതിച്ചത്. ഇതൊക്കെ തിരിച്ചു വരും. ഇതൊക്കെ എട്ടിൻ്റെ പണിയാവുന്നത് പിണറായി വിജയനാണ്. ഈ വയസ്സാം കാലത്ത് എങ്ങനെ പിണറായി വിജയൻ ഇത് സഹിക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് എന്തുകൊണ്ട് വലിയ കായുന്നില്ല. ഇപ്പോൾ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം എന്തായാലും കൊടുക്കും. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു 3 മണിയാവും. അതിൻ്റെ ഇടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനുള്ള ജാമ്യം കൊടുത്ത വിവരം നിങ്ങൾ അറിയും. അപ്പോൾ ജാമ്യം ഉറപ്പായിട്ടും കിട്ടും. കാരണം കേസ് വലിയ കായില്ല. ഒന്നാമത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ലാത്ത കേസാണ് കൊടുത്തത്. അപ്പോൾ CPM എന്ത് ചെയ്യും? ഇപ്പം ഇനി കേസ് വലിയതിൽ കായ്ക്കൂല, ഇല്ലാത്ത കള്ളത്തെളിവുകൾ കോടതിയിൽ കൊടുക്കൂല. കാരണം ഇവന്മാർക്കറിയും ഭരണം പോയി, എട്ടിൻ്റെ പണി കിട്ടും. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ശിക്ഷിച്ച് കഴിഞ്ഞാൽ, വെറുതെ കള്ളത്തെളിവ് കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഉത്തരം പറയേണ്ടി വരും. ഒരു സൈഡിൽ സ്വപ്ന സുരേഷ് ഉണ്ട്, എന്തൊക്കെ സഹിക്കും. കോൺഗ്രസിൻ്റെ കയ്യിലാണ് ഇനി ഭരണം കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് CPM മിണ്ടാണ്ടിരിക്കുന്നു എന്നാണ്. എന്ത് വന്നാൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് ഈസിയായി ഊരി വരും. അതിൻ്റെ കാരണം ഒന്നാമത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല. ഇനി കൂടുതൽ കള്ളത്തെളിവുകൾ CPM കൊടുക്കൂല പേടിച്ചിട്ട്. എട്ടിൻ്റെ പണി കിട്ടും. അപ്പോൾ ഇവിടെ സ്വപ്ന സുരേഷും യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സ്വപ്ന സുരേഷിന് ഒരു കാര്യം അറിയും, അതായത് 2026 കോൺഗ്രസ് അധികാരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ജയശങ്കറും പിണറായിയും ഈ സ്വപ്ന സുരേഷിനെ ചതിച്ചത് UDF അധികാരത്തിൽ വരുമ്പോൾ ഞാൻ കൊണ്ടുവരുമെന്നാണ് ഇവിടെ സ്വപ്ന സുരേഷ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് എന്തായാലും സ്വപ്ന സുരേഷിനോട് ഒരു ചെറിയൊരു കാര്യം കൂടി ചോദിച്ചു നോക്കാം. അവർ ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയാണോ മാധ്യമം ആക്രമിക്കുന്നത്, അതുപോലെയായിരുന്നു ആ സമയത്ത് സ്വപ്ന സുരേഷിനെ ആക്രമിച്ചത്. അപ്പോൾ അതിനുള്ള മറുപടി എന്താണ് സ്വപ്ന സുരേഷ് തരുന്നത്? നമുക്കത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, എവറിബഡീസ് ഡെയിലി ബ്രെഡ്, സം വേ ഓർ ദി അതർ ഇറ്റ് ഈസ് ഓൾസോ ഒരു ഇൻഡസ്ട്രി. അപ്പോൾ ബേസിക്കലി എല്ലാവരുടെയും അന്നമാണത്. അതിനു വേണ്ടി അവരും ഓരോ കോസ്റ്റ്യൂംസ് ധരിക്കുന്നു. അപ്പോൾ ഐ നോ ദ ഹാർഡ് വർക്ക് ഓർ ദ ഡിഫിക്കൽട്ടി ബിഹൈൻഡ് ഇറ്റ്. ബിക്കോസ് എൻ്റെ മക്കളെ വളർത്താൻ വേണ്ടി ഒരുപാട് ചാലഞ്ചസ്, അല്ലെങ്കിൽ എൻ്റെ ഹയർ അതോറിറ്റീസ് പറയുന്നത് പല നിയമവിരുദ്ധമായ കാര്യങ്ങളാണെങ്കിലും കണ്ണടച്ചു കൊടുക്കേണ്ടതും അല്ലെങ്കിൽ അനുസരിക്കേണ്ട ഘട്ടങ്ങൾ വന്നിട്ടുള്ളപ്പോൾ എല്ലാ ജോലിക്കും അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരും ഓരോ കോസ്റ്റ്യൂംസ് അണിഞ്ഞാണ് അവരുടെ മക്കൾക്കും അവരുടെ വീട്ടിനു വേണ്ടി അന്നമുണ്ടാക്കുന്നത്. അപ്പം സ്വപ്ന സുരേഷ് became a topic to earn their daily bread. അതായത് ഇവിടെ സ്വപ്ന സുരേഷ് പറഞ്ഞത്, മാധ്യമങ്ങളുണ്ടല്ലോ പൈസക്ക് വേണ്ടി അവർ എന്ത് പണിയുമെടുക്കും. അത് മാധ്യമങ്ങളുടെ ഒരു നിറയട്ട സ്വഭാവമാണ്. അതായത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കള്ളക്കേസിൽ പെടുത്തുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് മാധ്യമമാണ്. കുറേ പേര് ഇവർമാർ ഇങ്ങനെ കള്ള വാർത്ത കൊടുക്കുമ്പോൾ ചാനലിന് റേറ്റിംഗ് കിട്ടും. അങ്ങനെയാണ് ഇപ്പോൾ സത്യസന്ധമായി ഞാനൊരു കാര്യം പറയുകയാണ്. അതായത് നിലവിലെ അവസ്ഥയിൽ ആര് സത്യസന്ധമായി കാര്യം പറയുന്നു അവന് വ്യൂസ് ഇല്ല, അവൻ ആരും മൈൻഡാക്കൂല. കള്ള വാർത്ത ഇപ്പം നാളെ കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡന വീരനാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ കള്ളനാണ്, അങ്ങനെ പറഞ്ഞ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മില്യൺ വ്യൂസ് ആയിരിക്കും. എനിക്ക് ഇഷ്ടം പോലെ സബ്സ്ക്രൈബേഴ്സും എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറേ പേരും ഉണ്ടാവും. പക്ഷെ നമ്മൾ സത്യസന്ധമായി മുന്നേറുമ്പോൾ കുറച്ച് പേരേ ഉള്ളൂ. അതാണ് ഇപ്പോൾ ഈ ഏഷ്യാനെറ്റ് അടങ്ങുന്ന, റിപ്പോർട്ടർ അടങ്ങുന്ന ചാനലുകൾ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരെന്ന് പറയുന്നത്? അവർക്ക് വ്യൂസ് കിട്ടുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാലാണ്, അതായത് ശരിയുടെ കൂലം നിൽക്കുന്ന കാലം കഴിഞ്ഞു, തെറ്റിൻ്റെ കൂടെയാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, പൊന്നു പ്രേക്ഷകരെ, നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല, വെറുതെ പറയുന്നതാണ്. എത്രയും പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ നിന്ന് മോചിതനാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയം വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.